നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. MP രാജേഷിനെതിരെ ട്രോളുണ്ടാക്കിയ ആളെ പിടിച്ച് ജയിലിലിട്ടു. കേരളത്തിലാണ് സംഭവം. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് എന്തിനും ഏതിനും മറുപടി പറയുന്ന MP രാജേഷിന് ഇങ്ങോട്ടാരെങ്കിലും ആവിഷ്കാര സ്വാതന്ത്ര്യം കാണിച്ചാൽ സഹിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടെന്ന് മനസ്സിലാകുന്നില്ല. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ജനവിധി നേടുന്ന LDF സ്ഥാനാർത്ഥി MP രാജേഷിനെ അപകീർത്തിപ്പെടുത്തി എന്നാരോപിച്ച് സോഷ്യൽ മീഡിയയിൽ ട്രോളുണ്ടാക്കിയ കുറ്റത്തിന് ഒരാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുകയാണ്. എന്നാൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പടത്തലവനായ MP രാജേഷ് ആ സ്വാതന്ത്ര്യം തനിക്ക് നേരെ ഉപയോഗിക്കാൻ ആർക്കും അനുവാദം നൽകിയിട്ടില്ലെന്ന് ആരോപിച്ച് മലയാളത്തിലെ ജനപ്രീതിയുള്ള ട്രോൾ പേജായ ട്രോൾ മലയാളം രംഗത്തെത്തി. ഇടതുപക്ഷത്തിനെതിരെ ഇടുന്ന പോസ്റ്റ് റിപ്പോർട്ട് അടിച്ചു കളയുക, ട്രോൾ പോസ്റ്റ് ഇടുന്നവരെ അറസ്റ്റ് ചെയ്യുക എന്നതൊക്കെയാണോ ആവിഷ്കാര സ്വാതന്ത്ര്യമെന്നും ഇവർ ചോദിക്കുന്നുണ്ട്. മതനിന്ദയുൾപ്പെടെയുള്ള വകുപ്പ് ചേർത്താണ് ഔട്ട്സ്പോക്കൺ അഡ്മിൻ ഹരി നായർ എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഈ വിഷയത്തിലും നിരവധി ട്രോളുകൾ ഉണ്ടാക്കുകയാണ് ഫേസ്ബുക്കിലെ ട്രോളർമാർ. ഫേസ്ബുക്കിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ: പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായി ഇടതുപക്ഷ പാർട്ടി പ്രവർത്തകരുടെ കയ്യിൽ നിന്നും വടിവാൾ നിലത്ത് വീണതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ട്രോൾ ഉണ്ടാക്കിയിട്ട വ്യക്തിയെ ഇന്ന് 153 പ്രകാരം ജാമ്യമില്ലാ വകുപ്പിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പടത്തലവനായ MP രാജേഷ് ഈ സ്വാതന്ത്ര്യം തനിക്ക് നേരെ പ്രയോഗിക്കാൻ ആർക്കും അനുവാദം നൽകിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇടതുപക്ഷത്തിനെതിരെ ഇടുന്ന പോസ്റ്റ് റിപ്പോർട്ട് അടിച്ചു കളയുക, ട്രോൾ പോസ്റ്റ് ഇടുന്നവരെ അറസ്റ്റ് ചെയ്യുക എന്നതൊക്കെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. ഇനിയും ദയവ് ചെയ്ത് ആവിഷ്കാര സ്വാതന്ത്ര്യവും പറഞ്ഞ് നട്ടലില്ലാത്ത വ്യക്തിത്വത്തിന്റെ ഉടമയായി സഖാക്കൾ മാറരുതെന്നാണ് സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ. മാത്രമല്ല, അല്ലെങ്കിലും സഖാക്കൾക്ക് പണ്ട് രണ്ടു ന്യായമാണ്: അങ്ങോട്ട് കൊലയും കൊള്ളയും സകല അനീതിയും കാണിക്കും, എന്നാൽ ഇങ്ങോട്ട് കട്ടക്കിട്ട് മറുപടി പറയുന്ന ചുണക്കുട്ടികൾക്ക് മറുപടി കൊടുക്കാതെ വാഴപ്പിണ്ടി നേതാക്കളുടെ പിൻബലത്തിൽ നിയമസാധ്യതകളെയൊക്കെ കൂട്ടുപിടിച്ച് സാധാരണക്കാരെ തുറുങ്കിലടയ്ക്കുകയും ചെയ്യും. ഇതാണോ സത്യത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമെന്ന് അറിയാതെ പൊതുജനം ചോദിച്ചു പോകുന്നുവെന്നും കമന്റുകൾ ഉയരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.